ആകാശദൂതർ പാടി ആശാനാളങ്ങൾ മിന്നി ആത്മാവിൻ ശ്രീകോവിലൊരുങ്ങി ആരാധ്യനാഥനെ എതിരേൽക്കാൻ ആകാശദൂതർ പാടി ആശാനാളങ്ങൾ മിന്നി ആത്മാവിൻ ശ്രീകോവിലൊരുങ്ങി ആരാധ്യനാഥനെ എതിരേൽക്കാൻ വരുവിൻ പ്രിയജനമേ ആ സ്നേഹവിരുന്നിൻ സമയമിതാ വരുവിൻ പ്രിയജനമേ ആ സ്നേഹവിരുന്നിൻ സമയമിതാ രാജാധിരാജൻ സ്വാഗതമേകാൻ വരുവിൻ വരുവിൻ വരുവിൻ. വരുവിൻ, നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ കുമ്പിട്ട് വണങ്ങാം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, നല്ലവനായ ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ കൃപകളെയും പ്രതി. അതിനോടൊപ്പം തന്നെ ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. ഇന്നത്തെ എല്ലാ വചനങ്ങളിലൂടെയും നമുക്ക് നൽകുന്ന സന്ദേശം, ലോകത്തിൻ്റെ പ്രകാശമായ യേശു ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന്. ഇനി ആ ക്രിസ്തുവാകുന്ന പ്രകാശമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. നമ്മുടെ ഓരോ ചിന്തകളിലും പ്രവൃത്തികളിലും അതുപോലെ തന്നെ സംസാരത്തിലുമൊക്കെ ആ വെളിച്ചമായ പ്രകാശമായ ദൈവത്തെയാണ് നാം ലോകത്തിന് കൊടുക്കേണ്ടത് എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുക. ആയതിനാൽ ഇന്ന് വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തക്കത്ത വിധത്തിൽ അവിടുത്തെ പ്രകാശത്തെ വഹിക്കുന്നവരായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ തക്കതായ യോഗ്യതയോടും വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടെ ഈ വിശുദ്ധ ബലി അർപ്പിക്കേണ്ടതിന് ചെയ്തു പോയ പാവങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിനായിട്ട് കേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു,
ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലും നിവർ താഴ്മയാ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വലോകരാജനെ. സർവൈക ശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാ ദൈവസൂനുവേ കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നിരന്തര കാരുണ്യത്താൽ അങ്ങേ കുടുംബത്തെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സ്വർഗീയ കൃപയുടെ ഏക പ്രത്യാശയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങേ സംരക്ഷണത്താൽ എപ്പോഴും സുരക്ഷിതരാകുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നവനല്ലേ അത്. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടി വിരിയും. നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. കർത്താവിൻ്റെ വചനം.
പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ്. ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. നീതിമാന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല. അവൻ്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും. ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ്. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. അന്ധകാരത്തിൽ പ്രകാശം ഉദിക്കും. അവൻ്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും. അവൻ ഭയപ്പെടുകയില്ല. അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ അഭിമാനത്തോടെ ശിരസ്സുയർത്തി നിൽക്കും. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. അന്ധകാരത്തിൽ പ്രകാശം ഉദിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാഗ്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്നും ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ മുൻപിലും ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനവും കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല. പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറ കെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറ കൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. ആ പ്രകാശം മനുഷ്യർ നിങ്ങളെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷത്തിൽ
നാം വായിച്ചു കേട്ടത് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് യേശുനാഥൻ പറയുന്ന ഭാഗമാണ്. നമുക്കറിയാം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശുനാഥൻ ഇപ്രകാരം പറയുന്നു, ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശമെന്ന്. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക, യേശു പറയുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന്. ഈ പ്രകാശവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും പ്രകാശവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതിനെക്കുറിച്ച് അറിയണമെങ്കിൽ പുറപ്പാടിൻ്റെ സംഭവം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ രാത്രി കാലങ്ങളിൽ ദൈവം അഗ്നിസ്തംഭങ്ങൾ ഇറക്കി അവർക്ക് പ്രകാശം നൽകിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലേവ്യരുടെ പുസ്തകം 24-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്, അതായത് ദൈവം സ്വയം പ്രകാശമായിട്ട് ലോകത്തിന് നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന്. അതായത് ദൈവത്തെ തന്നെ പ്രകാശമായി ഇസ്രായേൽക്കാർ വിശ്വസിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക 2 സാമുവേലിൻ്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദാവീദ് രാജാവിനെ പ്രകാശമായിട്ട്, ഇസ്രായേലിൻ്റെ പ്രകാശമായിട്ട് അവർ കരുതുന്നു. അതായത് നന്മയുടെ വെളിച്ചത്തിൽ ദാവീദ് രാജാവ് ഇസ്രായേലിനെ നയിച്ചു കൊണ്ടിരുന്നപ്പോൾ ജനങ്ങൾ ഇപ്രകാരം വിശ്വസിച്ചു, ദാവീദ് ദൈവത്താൽ നൽകപ്പെട്ട പ്രകാശമായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ലൂക്കയുടെ സുവിശേഷത്തിൽ അതിലെ 2-ാം അധ്യായം 32-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴേക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക, പഴയ പ്രവാചകന്മാർ വിശ്വസിച്ചത്, അതായത് ദൈവം തന്നെയാണ് സാക്ഷാൽ പ്രകാശം, മറ്റാരുമല്ല എന്ന്. അതുപോലെ തന്നെ ദൈവവും ദൈവത്താൽ നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ അയക്കപ്പെടുന്ന ദൈവപുത്രനായ മിശിഹായ തന്നെയാണ് യഥാർത്ഥമായിട്ടുള്ള പ്രകാശമെന്ന്. കാരണം അതിനു മുമ്പ് ദൈവജനത്തിന് വഴികാട്ടിയായിട്ട് വന്ന എല്ലാവരും അല്പസമയത്തേക്ക് അല്ലെങ്കിൽ അല്പകാലത്തേക്ക് മാത്രം ദൈവത്തിൽ നിന്നുള്ള പ്രകാശമായിട്ട് നിലനിൽക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുകയും പിന്നീട് അവരുടെ പോരായ്മകൾ നിമിത്തം അവർ നിലം പതിച്ചു പോകുകയുമൊക്കെ ചെയ്തു. അങ്ങനെ എന്നേക്കുമായിട്ട് രക്ഷ നൽകേണ്ടവൻ, അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് എന്ന് പഴയ പ്രവാചകന്മാർ പിന്നീട് പറയാൻ തുടങ്ങിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ പഴയ നിയമത്തിൽ പ്രകാശമായിട്ട് കരുതിയ 2 കാര്യങ്ങൾ, മോശയിലൂടെ ദൈവം നൽകപ്പെട്ട നിയമങ്ങളും അതുപോലെ തന്നെ ആ നിയമത്തെ വ്യാഖ്യാനിച്ച മോശയുടെ നിയമങ്ങളുമാണ് ലോകത്തിൻ്റെ പ്രകാശമായിട്ട് അവർ കരുതിയിരുന്നത്. അതുപോലെ തന്നെ ഈ നിയമങ്ങൾ പഠിച്ചുകൊണ്ട് ഈ പാരമ്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്നവരായ ഇസ്രായേൽ ജനമായിരുന്നു ഈ പ്രകാശത്തിലേക്കുള്ള വിളി സ്വീകരിച്ച ജനസമൂഹം എന്ന് അവർ കരുതിയിരുന്നു. അങ്ങനെ വിജാതിയർക്ക് പ്രകാശം പകർന്നു കൊടുക്കുവാനായിട്ടാണ് ഇസ്രായേൽ ജനത്തെ ദൈവത്താൽ സ്വീകരിക്കപ്പെട്ടത് എന്ന് അല്ലെങ്കിൽ വിളിക്കപ്പെട്ടത് എന്ന് ഇസ്രായേൽ ജനം കരുതിയിരുന്നു. അവർ ആകട്ടെ ചിന്തിച്ചിരുന്നത്, ഈ പ്രകാശമാകട്ടെ അവർക്ക് നൽകപ്പെടുന്നത് ഈ നിയമത്തിൻ്റെ പഠനത്തിലൂടെയും ദൈവകൽപ്പനയിലൂടെയും മാത്രമാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാം ആകെ തുകയായിട്ടാണ് യേശുനാഥൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്നാണ് നമുക്ക് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിലൊക്കെ കാണാനായിട്ട് സാധിക്കുക. ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നത്. കാരണം ഞാൻ നല്ല ഇടയനാണ് എന്ന് യേശു പറയുമ്പോൾ യേശു പറയുന്നുണ്ട്, എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവർ അവർ കൂലിക്കാരൊക്കെ ആയിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? സാക്ഷാൽ ഇടയൻ ഞാൻ തന്നെയാണ്. ഇടയൻ സ്വന്തം ജനത്തിന് വേണ്ടിയിട്ട് ജീവൻ അർപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശം, രക്ഷയേകുന്ന പ്രകാശമെന്ന് യേശു പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഇതേ ഈശോ തന്നെ ജനങ്ങളോട് പറയുകയാണ്,
നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന്. അവിടെ നിങ്ങൾ എന്നെ ഉൾക്കൊള്ളുമ്പോൾ, നിങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ, എന്നിലൂടെ കടന്നു വരുന്ന ആ രക്ഷയും കൃപയുമൊക്കെ നിങ്ങളിലൂടെ വെളിച്ചമായി മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാനായിട്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കും. അങ്ങനെ നിങ്ങളിലുള്ള എൻ്റെ ആത്മീയത, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് വേറെ എവിടെയും ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമല്ല, മറിച്ചോ അത് ലോകത്തിന് പ്രകാശമായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതാണ് എന്ന്. അതായത് ഇന്ന് ജനത്തോട് യേശുനാഥൻ ഇപ്രകാരമായിരിക്കാം പറയുന്നത്: ലോകത്തിൻ്റെ പ്രകാശമായ, രക്ഷയുടെ പ്രകാശമായ എന്നെ നിങ്ങൾ വിശ്വാസമർപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ സ്വീകരിച്ചാൽ മാത്രം പോരാ, അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആയിരുന്നാൽ മാത്രം പോരാ, നിങ്ങളുടെ ശരീരങ്ങളിൽ ആയിരുന്നാൽ മാത്രം പോരാ, നിങ്ങളുടെ കുടുംബങ്ങളിലും ആയിരുന്നാൽ മാത്രം പോരാ, മറിച്ചോ ആ സ്വീകരിച്ച എന്നെ, ഞാൻ എന്താണോ അത് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി ആ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്ന അവയെ നിങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന്. കാരണം നമ്മൾ ഭക്ഷിക്കുമ്പോൾ അത് ശരീരത്തിൽ മാത്രമായിരുന്നാൽ പോരാ, അതിൻ്റെ എനർജി, അതിൻ്റെ ഊർജം മറ്റുള്ളവർക്ക് ഉപകാരമാകുന്നത് പോലെ തന്നെ നിങ്ങളുടെ വിശ്വാസം മൂലം നിങ്ങൾ സ്വീകരിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിൽ മാത്രം വെച്ച് പറപ്പിച്ചാൽ മാത്രം പോരാ, മറിച്ചോ അത് അനേകരുടെ രക്ഷയ്ക്ക് കാരണമായി ഭവിക്കുമ്പോഴാണ് ഈ ക്രിസ്തുവിൻ്റെ ആ നിയോഗം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ ദൗത്യം നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടുക. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്, ആ വിശ്വാസം പ്രകടമാക്കുന്നവരുമാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ആയിരിക്കുന്നത് തന്നെ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. ഒപ്പം തന്നെ നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ആ പ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗം നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുമ്പോൾ നമ്മളത് ഏറ്റുപറയുകയും ചെയ്യുന്നു. എന്നാൽ ആ ഏറ്റുപറയുന്ന വിശ്വാസത്തെ നമ്മളുടെ പ്രവൃത്തിയിലൂടെ, സംസാരത്തിലൂടെ, ചിന്തയിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ആ വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലിയിലായിരിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാം എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേൻ. എല്ലാ യുഗങ്ങൾക്കും മുൻപു പിതാവിൽ നിന്നു ജനിച്ചോരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാം ഈശോയിൽ വിശ്വസിക്കുന്നേൻ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേൻ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേൻ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നുമിറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നു റൂഹായാൽ ധന്യ ശരീരമെടുത്തു നരനായി
പൊന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ ഈ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസമുയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറി ഇരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരുമന്തമില്ലാത്തതാണ് തൻ വാഴ്ചയെന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സ്തുത്യനും പൂജ്യനുമാകും റൂഹായിൽ. വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റമുറപ്പായി വിശ്വസിക്കുന്നേൻ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കാതോലിക്ക അപ്പസ്തോലിക്ക സഭയിൽ പാപവിമോചനമേകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേൻ. മൃത്യു വരിച്ചവർക്കുള്ളോരുയിർപ്പും നിത്യ പരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റമുറപ്പായിഹത്തിൽ പ്രത്യാശയോടിതാ കാത്തിരിക്കുന്നേ. ആ ആ പ്രിയ സഹോദരൻ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. സ്നേഹപിതാവായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് പാപ്പായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജെയിംസ് പിതാവിനെയും ഇന്ന് ദിവ്യബലി അർപ്പിക്കുന്ന ഞങ്ങളുടെ സ്നേഹബഹുമാനപ്പെട്ട ജോഷി അച്ഛനെയും മറ്റെല്ലാ സഭാപാലകരെയും അങ്ങേ ആത്മാവിനാൽ നിറച്ച് ഇന്നിൻ്റെ വെല്ലുവിളികളെ നേരിടുവാനുള്ള കരുത്തേകണമേ. ദൈവഹിതം തിരിച്ചറിഞ്ഞ് തങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ വേണ്ട കൃപാവരങ്ങളാൽ ഇവരെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ ദൈവമേ, ഇന്നത്തെ സുവിശേഷത്തെ ധ്യാനിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അവയുടെ അന്തസത്ത ഉൾക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപയകണമേ. ഞങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമായി വിശക്കുന്നവരുമായി ആഹാരം പങ്കുവയ്ക്കുവാനും പീഡിതർക്ക് സംതൃപ്തി നൽകുവാനും ഞങ്ങളെ അധിക്ഷേപിക്കുന്നവരോടും വെറുക്കുന്നവരോടുമെല്ലാം ആത്മാർത്ഥമായി ക്ഷമിക്കുവാനും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിയുന്ന നല്ല മനസ്സിൻ്റെ ഉടമകളാക്കി
ഞങ്ങളെ മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഓരോ ചിന്തകളും തിരിച്ചറിയുന്ന നല്ല ദൈവമേ, ദൈവഹിതം നിറവേറ്റുമ്പോൾ സഹിക്കേണ്ടി വരുന്ന ത്യാഗങ്ങളും ത്യജിക്കേണ്ടി വരുന്ന സുഖങ്ങളും സ്വർഗീയ മഹത്വത്തിൻ്റെ നിറവിലേക്ക് നടന്നെടുക്കുവാനുള്ള മാർഗങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അനുദിന ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളെയും സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ദൈവഹിതം നിറവേറ്റി അങ്ങേ പ്രത്യാശയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനാഥ, അങ്ങ് ദാനമായി നൽകിയ ജീവിതത്തിന് യാതൊരു വിലയും നൽകാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പാപത്തിലും നിരാശയിലും ആത്മഹത്യാ പ്രവണതയിലും കഴിയുന്ന എല്ലാ മക്കൾക്കും ഇവയുടെ അടിമത്തത്തിൽ നിന്നും മോചനം നൽകി ജീവിതത്തിൻ്റെ പച്ചപ്പുൽപ്പുറങ്ങളിലേക്ക് ഇവരെ തിരികെ നടത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. സകല നന്മകളുടെയും ദാതാവായ ദൈവമേ, രോഗങ്ങളാലും സാമ്പത്തിക ഞെരുക്കങ്ങളാലും മറ്റു പലവിധ ബുദ്ധിമുട്ടുകളാലും ക്ലേശിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ അനന്തമായ സ്നേഹത്താൽ അവരെ പൊതിയണമെന്നും അങ്ങേ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും അവർക്ക് ആവശ്യമായതെല്ലാം നൽകുവാൻ തിരുമനസ്സാകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഈ ഭൂമിയിൽ അങ്ങ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കി അങ്ങേ വിളി സ്വീകരിച്ച് ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ പാപകടങ്ങളെല്ലാം പൊറുക്കണമെന്നും സ്വർഗീയ സൗഭാഗ്യത്തിന് അവരെ അർഹരാക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യത യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. ഉള്ളവും എന്നുള്ളതും ദേഹവും എൻ ദേഹിയും സ്നേഹമോടേകാ സ്നേഹമോടേകാ. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. നീർത്തുള്ളി വീഞ്ഞിൽ ചേർന്നിടുമ്പോൾ നിന്നിൽ ഞാനൊന്നായി ലയിക്കട്ടെ. നീർത്തുള്ളി വീഞ്ഞിൽ ചേർന്നിടുമ്പോൾ നിന്നിൽ ഞാനൊന്നായി ലയിക്കട്ടെ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി
അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ബലഹീനതയിൽ സഹായമായി ഈ സൃഷ്ട വസ്തുക്കളെ ഞങ്ങൾ അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങനെ ഇവ നിത്യതയുടെ കുദാശയായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളെയും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവ്വ അത്ഭുത പ്രതിഭാസങ്ങളും അവന് അധീനമാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിന്മേൽ അവൻ ഭരണം നടത്തുകയും അങ്ങേ വിസ്മരണീയമായ പ്രവൃത്തികളാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടൊപ്പം അങ്ങേ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവകമായ ആഘോഷത്തോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ 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 ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയർപ്പം ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടി നിദ്ര കൊള്ളുന്ന ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോ നിന്നുള്ള പാരിയിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരം ഇന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും
എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങൾക്കു ശാന്തി നൽകണമേ. കുഞ്ഞാട് ഞങ്ങൾക്കു ശാന്തി നൽകണമേ. കുഞ്ഞാട് ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയേ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഒരേ അപ്പത്തിൽ നിന്നും ഒരേ പാനപാത്രത്തിൽ നിന്നും ഞങ്ങൾ പങ്കുകൊള്ളുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ക്രിസ്തുവിൽ ഒന്നായി തീർന്നുകൊണ്ട് ലോകരക്ഷയ്ക്കായി ആനന്ദത്തോടെ ഫലം പുറപ്പെടുവിക്കാൻ തക്കവിധം ജീവിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മീതെ എരിയാ മോഹനമാം ഏകസൂര്യൻ, പാരിനുമീതെ എരിയാ മോഹനമാം ഏകസൂര്യൻ, പാവന കന്യാ മേരിക്കു ചൂടാ 12 നക്ഷത്ര
പൊൻകിരീടം പാവന കന്യാ മേരിക്കു ചൂടാ 12 നക്ഷത്ര പൊൻകിരീടം നിൻ സുതനുടെ കാരുണ്യം ആ അനുപമ വാത്സല്യം പകരാ അണയൂ അമലേ അരികിൽ പാരിനുമീതെ എരിയാ മോഹനമാം ഏകസൂര്യൻ